ഹലോ, പഴം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, പഴം നിറച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിന്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളാണ്, ആരും തന്നെ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള നെയ്യാണ് നമ്മൾ ആദ്യം തന്നെ ഒരു പാനിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലോട്ടേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് തേങ്ങയും നെയ്യും കൊടുത്ത് മിക്സ് ആക്കണം കേട്ടോ. അതിനുശേഷം ഇതിലോട്ടേക്ക് നമ്മൾ ഒരു 3-4 അല്ലി ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഈ എല്ലാ ഐറ്റംസും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊടുക്കുന്ന കൂട്ടുകാരെ എല്ലാവരും തന്നെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ഒരുപാട് കുക്കിംഗ് വീഡിയോസും സ്നാക്സ് റെസിപ്പീസും ഒക്കെ ഓൾറെഡി ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്ക് നെയ്യിൽ തന്നെ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിലോട്ടേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് തന്നെ അപാര ടേസ്റ്റ് ആണ് കേട്ടോ. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മാറ്റി വെക്കാം കേട്ടോ. ദെൻ നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു 4-5 പഴമാണ്. എത്ര എണ്ണാണോ വേണ്ടത് അത്ര പഴം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് ഇതുപോലെ തന്നെ നീളത്തിൽ തന്നെ പഴം വേണം, നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ നീളത്തിൽ തന്നെ പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ നടുവിൽ ഇതുപോലെ താഴോളം വരെ കീറി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫില്ലിങ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ പഴത്തിൻ്റെയും ഇതുപോലെ തന്നെ നടുവിൽ ഇതുപോലെ തന്നെ വരഞ്ഞു കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് മൈദ പേസ്റ്റ് ആണ് കേട്ടോ. എന്തിനാന്നൊക്കെ പറയാം. ജസ്റ്റ് മൈദയും പച്ചവെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തതാണ് നമ്മൾ ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കീറിക്കൊടുത്ത സ്പേസ് ഉണ്ടല്ലോ, അതിനുള്ളിൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യാം. നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് ആ ഒരു ഓപ്പണായി കിടക്കുന്ന ആ ഒരു ഫില്ലിങ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ പേസ്റ്റ് ഉണ്ടാക്കി എടുത്തത്. അപ്പോൾ നമുക്ക് അതിങ്ങനെ അടച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ടെല്ലാം അടച്ചു കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടി ജസ്റ്റ് മിക്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. വെളിച്ചെണ്ണയും നെയ്യുമാണ് ഈക്വൽ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടേക്ക് ഞാൻ ഇതുപോലെ തന്നെ പഴങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു ഭാഗം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഭാഗം അങ്ങനെ ഓരോ ഭാഗവും നമുക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. ശരിക്കും പറയുന്നത് തന്നെയാണ് കേട്ടോ. ഈ ഒരു നെയ്യും തേങ്ങയും അതുപോലെ തന്നെ ആ ഒരു പഴവും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ജസ്റ്റ് ഒറ്റ തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്